മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി ഓഫീസിൽ നിന്നും എത്താൻ വൈകുന്നതോടുകൂടി കണ്ണനും അനന്തും ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ആ ഡ്രൈവറെ ഒന്ന് വിളിച്ച് നോക്കി. ഡ്രൈവറെ വിളിക്കുന്നു, ഡ്രൈവറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നു. അങ്ങനെ അനന്തുവിനോട് പറഞ്ഞ് ലേഖയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ലേഖ പറയുന്നുണ്ട്, ഇവിടെ എത്തിയിട്ടില്ലല്ലോ, ഞാനും അവിടെ തന്നെ കാത്തിരിക്കുകയാണ്, വരാൻ നേരം വൈകിയല്ലോ എന്നെല്ലാം പറയുന്നു. എന്തായാലും ഫോണെല്ലാം വെച്ച ശേഷം കണ്ണനെ സമാധാനിപ്പിക്കുന്നുണ്ട് അനന്തു. പേടിക്കണ്ട, മാർക്കോ ഏറ്റിട്ടുണ്ടല്ലോ മഹാലക്ഷ്മിയെ നോക്കാമെന്ന്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, എപ്പോഴും അവൻ്റെ കണ്ണെത്തിയെന്ന് വരില്ലല്ലോ എന്നെല്ലാം പറയുന്നു. അങ്ങനെ രണ്ടുപേരും ആകെ ടെൻഷനിലാവുകയാണ്. അങ്ങനെ കമലേശ്വരത്തേക്ക് ഉണ്ണിയെ ഫോണിൽ വിളിച്ചിട്ട് അവിടെ മഹാലക്ഷ്മി എത്തിയോ എന്ന് അനന്തു അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തി ഇവിടെ എത്തിയിട്ടില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നു. ഇത് കേൾക്കുന്ന ദുർഗയും അതുപോലെ കരുണയും വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. ഉണ്ണി ഫോൺ വെച്ചതിന് ശേഷം കരുണയും അതുപോലെ ദുർഗയും പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കരുണ പറയുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തരായിട്ട് അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അവർ ആകെ സന്തോഷിക്കുകയാണോ. ഉണ്ണി പറയുന്നുണ്ട്, കണ്ണേട്ടനും അതുപോലെ തന്നെ അനന്തുവേട്ടനും ഒരു വിവരങ്ങളും കിട്ടിയിട്ടില്ല എന്ന് ഈ ഫോൺ കോളിലൂടെ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവരറിഞ്ഞിട്ടുമില്ല. രണ്ടുപേരും മഹാലക്ഷ്മിയെ കാണാത്ത വിഷമത്തിലാണെന്ന് പറയാണ്ടോ. ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, നന്നായിട്ടൊന്ന് വിഷമിക്കട്ടെ, കല്യാണം കഴിഞ്ഞ് ഇവിടെ കയറ്റിക്കൊണ്ടുവന്ന നാൾ മുതൽ നമ്മളല്ലേ കിടന്ന് വിഷമിക്കാൻ തുടങ്ങിയത്. ഒരു കല്യാണം കഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞ എല്ലാ അധികാര അവകാശങ്ങളും അവൾക്ക് മാത്രമാണ് അവൻ കൊടുക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെയാണെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു കാലത്തും അവനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു, അത് ഞാൻ കൂട്ടു നിൽക്കുക തന്നെ ചെയ്യില്ലായിരുന്നു ഒക്കെ ദുർഗ പറയാണ്ടോ. ഉണ്ണിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? ഞാനും മേഘേട്ടനും വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ നടപ്പിലാക്കിയത്. ഇനി ഇതിൻ്റെ പേരിൽ നീ എന്നെ ഒന്ന് കുത്തി നോവിക്കല്ലേട്ട കരുണ എന്നെല്ലാം പറയുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു അവകാശികളും നമ്മൾക്കില്ല, ഞാനും അതുപോലെ എൻ്റെ മഞ്ജുവും മാത്രമാണ് ഇനി കമലേശ്വരം വീടിൻ്റെ അവകാശികൾ, നമുക്ക് ജനിക്കുന്ന കുട്ടികളും എന്നെല്ലാം ഉണ്ണി സന്തോഷത്തോടുകൂടി കരുണയോട് പറയുകയാണ്. ഇനി എന്തായാലും അനന്തുവേട്ടനോടും അതുപോലെ കണ്ണേട്ടനോടും വളരെ സ്നേഹത്തോടു കൂടി അവരോട് അടുത്ത് നിൽക്കണം. കാരണം നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല കേസുകളും കണ്ണേട്ടന് നമ്മളെക്കുറിച്ച് അറിയാവുന്നതാണ്. അതെല്ലാം കുത്തിപ്പോക്കി മറ്റുള്ള കേസുകളായി മാറും. അവരൊരു അഡ്വക്കേറ്റ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മ വേണം എന്നെല്ലാം ദുർഗയോടായിട്ടും കരുണയോടും ഉണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മേഘനാഥനും പ്രതാപനും മഹാലക്ഷ്മിയുടെ ചിതയൊരുക്കുന്നിടത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് തന്നെ ആ ഗുണ്ടകൾ മേഘനാഥൻ ഫോണിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മേഘനാഥൻ പ്രതാപനും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രതാപന് മഹാലക്ഷ്മിയെ കൊന്നു എന്നതിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയാണ്. ശരീരം കൊണ്ട് വയ്യാന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയുടെ ചിത എരിയുന്നത് കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് പ്രതാപന് മേഘൻ്റെ ഒപ്പം വരുന്നത്. അങ്ങനെ മേഘൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും അങ്കിളിന് വിശ്വാസമായില്ലേ? എന്തായാലും ഈ പ്ലാനുകൾ നമ്മളുടെ ഒന്ന് വിജയിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രതാപനും അതുപോലെ മേഘനാഥനും നല്ല രീതിയിൽ തന്നെ അട്ടഹസിച്ചിരിക്കുകയാണോ. അങ്ങനെ മേഘനാഥനും പ്രതാപനും അവിടെ എത്തുന്നു. ഗുണ്ടകളോട് പറയുന്നുണ്ട്, എല്ലാം പറഞ്ഞ പോലെയല്ലേ ചെയ്തത്, ആളിക്കത്താനായിട്ട് പെട്രോൾ നന്നായിട്ട് ഒഴിക്കണം, അതുപോലെ മണം പുറത്ത് വരാതിരിക്കാൻ ചന്ദനമുട്ടികളെല്ലാം വെച്ചിട്ടില്ല എന്നെല്ലാം മേഘൻ ചോദിക്കുന്നു. എല്ലാം സാറ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ ഒരുപാട് കൊട്ടേഷൻ കൊടുത്തു, പക്ഷെ അതൊന്നും എനിക്ക് തൃപ്തിയായിരുന്നില്ല, ഇതെനിക്ക് വളരെയേറെ തൃപ്തികരമായിട്ട് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലധികം പൈസ തന്നിരിക്കുമെന്നും പറയുന്നതോടെ പ്രതാപനും പറയുന്നു, അത് ശരിയാണ്, അവർക്ക് അർഹതപ്പെട്ട പൈസ നമുക്ക് കൊടുക്കുക തന്നെ വേണമെന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇനി താമസിക്കേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നുണ്ട്, പ്രതാപനും മേഘനും കൂടെ. അങ്ങനെ ചിത ആളി കത്തുന്നുണ്ട്. ആ സമയം അവിടെ മാർക്കോയും ലോപ്പസും എത്തുന്നുണ്ട്. മാർക്കോയുടെ ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ആ ചിതയ്ക്കുള്ളിൽ മഹാലക്ഷ്മി ഇല്ല എന്നും അതെല്ലാം ഈ മാർക്കോയുടെ നിർദ്ദേശപ്രകാരം ആ ഗുണ്ടകൾ നടത്തിയ ഒരു നാടകമാണെന്നും പിന്നീടാണ് പ്രതാപനും അതുപോലെ മേഘനാഥനും അറിയാനിടയാകുന്നത്. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ മുന്നിലേക്ക് ഒരു പോറൽ പോലും ഏൽക്കാണ്ട് മഹാലക്ഷ്മി വന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതെല്ലാം കാണുന്ന മേഘനും പ്രതാപനും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.